ഗോപിനാഥ് മുതുകാട് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ഒരു മജീഷ്യനെയാണ്. പക്ഷെ അതിനേക്കാൾ അപ്പുറം ഒരു വലിയ മനുഷ്യസ്നേഹി, നാളെയെ പറ്റി സ്വപ്നം കാണുന്ന ഒരു മനുഷ്യൻ, പുതിയ തലമുറയെ ഏറ്റവും നല്ല രീതിയിൽ വാർത്തെടുക്കാനുള്ള സ്വപ്നങ്ങളുമായി നടക്കുന്ന ഒരു വലിയ മനുഷ്യൻ. അദ്ദേഹം ദേ ഇവിടെയുണ്ട്, നമുക്കിടയിൽ. നമുക്ക് അദ്ദേഹത്തെ കാണാം. നമസ്കാരം സാർ. നമസ്കാരം സാർ, IIPD എന്ന് പറയുന്നത് നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹ പദ്ധതികളിൽ ഒന്നാണ്. സാർ, എങ്ങനെയാണ് ആ ചിന്ത സാറിലേക്ക് വന്നത്? ആ ചിന്ത എങ്ങനെ വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ ലോങ് പ്രോസസ്. ഒരുപാട് പറയാനുണ്ടാവും. ഞാൻ പൂർണ്ണമായിട്ടൊരു മജീഷ്യൻ ആയിരുന്നു എന്നുള്ളത് അറിയാം. ഒരു 45 വർഷം മാജിക് മാത്രം സ്വപ്നം കണ്ട്, മാജിക് മാത്രം ഭക്ഷിച്ച്, മാജിക് മാത്രം കുടിച്ച്, അങ്ങനെ മാജിക്കിൻ്റെ ലോകത്ത് മാത്രം ജീവിച്ചൊരു മനുഷ്യനായിരുന്നു. ഒരു ഘട്ടത്തിൽ, ഒരു പ്രത്യേക ഘട്ടത്തിൽ ഒരമ്മ പറഞ്ഞ ചില വാക്കുകൾ കേട്ട് അതുവരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ചിന്തിക്കാതിരുന്ന ഒരു ലോകത്തേക്ക്, കാണാതിരുന്ന ഒരു ലോകത്തേക്ക് ഞാൻ കടന്നു വരികയായിരുന്നു. അതാണ് ഡിസബിലിറ്റി സെക്ടർ എന്ന് പറയുന്നത്. ആ ഒരു ലോകത്തേക്ക് കടന്നു വന്നു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആദ്യം 2016 കാര്യമാണ് ഞാൻ പറയുന്നത്. അന്ന് ശൈലജ ടീച്ചർ മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്ത് ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതി എന്നുള്ള രീതിക്ക് അനുയാത്ര എന്ന് പറയുന്ന ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ വഴി ഒരു 23 കുട്ടികളെ മാജിക് പഠിപ്പിച്ചുകൊണ്ടാണ് ഞാൻ തുടങ്ങുന്നത്. ദിസ് വാസ് ഇൻ 2016. പക്ഷേ അത് നമ്മളന്ന് എൻ്റെ മനസ്സിൽ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ നിൽക്കുന്ന മേഖലയിൽ, ഞാൻ മാജിക്കിൻ്റെ രംഗത്ത് വിരായിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ മേഖലയിൽ എൻ്റെ കയ്യിലുള്ള ആയുധം ഉപയോഗിച്ചുകൊണ്ട് ഈ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു അപ്ലിഫ്റ്റ്മെൻറ്റ് ഉണ്ടാക്കാം എന്നുള്ളൊരു ചെറിയൊരു തോട്ടിൻ്റെ ഭാഗമായിട്ട് തുടങ്ങിയതാണ്. പക്ഷെ 6 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് സെർബൽ പാൾസിയുള്ള, ഓട്ടിസമുള്ള കുട്ടികൾ മാജിക് പെർഫോം ചെയ്യാൻ തുടങ്ങും. അങ്ങനെ മുഖ്യമന്ത്രിയോട് പോയി പറയുന്നു. മുഖ്യമന്ത്രി അത് വൈസ് പ്രസിഡന്റിനെ പോയി ക്ഷണിക്കുന്നു. ഡോക്ടർ ഹമീദ് അൻസാരി വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് തിരുവനന്തപുരത്തേക്ക് വരുന്നു. അദ്ദേഹവും ഗവർണറും മുഖ്യമന്ത്രിയൊക്കെ ഇരിക്കുന്ന ഒരു വേദിയിൽ വെച്ച് ഈ കുട്ടികൾ 1.5 മണിക്കൂർ നേരം 23 കുട്ടികൾ പെർഫോം ചെയ്തു. സക്സസ്ഫുള്ളി പെർഫോം ചെയ്തു, ഒരു മിസ്റ്റേക്ക് പോലും വരുത്താതെ. അപ്പം ഞാനൊരു ഷോ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എനിക്ക് തെറ്റുകൾ പറ്റാറുണ്ട്. ആ തെറ്റുകൾ നിങ്ങൾ അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. കാരണം അത് ഓഡിയൻസ് അറിയാത്ത രീതിയിലേക്ക് നമ്മുടെ ഒരു കഴിവുകൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ച ഒരു ചെറിയ തന്ത്രങ്ങളിലൂടെ മറ്റൊരു തലത്തിലേക്ക് മാറ്റിവിടുക ചെയ്യുന്നത്. എല്ലാ മാജിക്കും അങ്ങനെയാണ്. പക്ഷേ ഈ കുട്ടികൾക്ക് അതൊന്നും അറിയില്ല. പക്ഷെ ആ കുട്ടികൾ മാജിക്ക് തെറ്റാതെ കാണിക്കുകയാണ്. അങ്ങനെ വൈസ് പ്രസിഡന്റ് പ്രോട്ടോകോളൊക്കെ ഭേദിച്ച സ്റ്റേജിലേക്ക് ചാടിക്കയറുന്നു. ഈ കുട്ടികൾ ആശ്ലേഷിക്കുന്നു, അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ആൻഡ് യു ഡിഡ് ഇറ്റ് എന്നോട് പറഞ്ഞുകൊണ്ട് കൈ തന്നിട്ട് വൈസ് പ്രസിഡന്റ് പോയി. ഇത് പത്രങ്ങളിലൊക്കെ വലിയ ഫ്രണ്ട് പേജിൽ ന്യൂസായിട്ട് വരുന്നു. പക്ഷേ ഈ കുട്ടികളുടെ മനസ്സിൽ, അല്ലെങ്കിൽ കുട്ടികളുടെ പാരൻസിന്റെ മനസ്സിൽ അടുത്തൊരു ചോദ്യം ഇതാണ്: ഇനി എന്ത് എന്നുള്ള ചോദ്യം. അന്ന് ഈ മാജിക് പ്ലാനറ്റ് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ മാജിക് പ്ലാനറ്റിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു തിയേറ്റർ ആരംഭിക്കാം ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ എംപവർ എന്ന് പറയുന്നത് തിയേറ്റർ ആരംഭിച്ചു. ഇന്നിപ്പോൾ 2026 എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ജീവിതത്തിൻ്റെ സാഫല്യം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്ന ഒറ്റ കാര്യം: അന്ന് തുടങ്ങിയ യാത്രയിൽ തുടങ്ങിയ കുട്ടികൾ ഇന്നിവിടെ എംപ്ലോയീസ് ആണ്. ഇന്നവർ പെർഫോമേഴ്സാണ്. ആ കുട്ടികൾ ഇവിടെ എംപ്ലോയീസ് ആയിട്ട് എല്ലാ മാസവും ശമ്പളം മേടിച്ച് പെർഫോം ചെയ്യുന്ന താരങ്ങളാക്കി മാറ്റാൻ സാധിച്ചു എന്നുള്ളതാണ്. അവർ ജപ്പാനിൽ പോയി, സിംഗപ്പൂരിൽ പോയി, പല മേഖലകളിൽ പോയി പെർഫോം ചെയ്ത് പലരുടെയും മാജിക് തന്നെയാണ് അവർ ചെയ്യുന്നത്. മാജിക് തന്നെ ചെയ്യുന്നത്, ഇപ്പോഴും മാജിക്കാണ് ചെയ്യുന്നത്. ഈ കുട്ടികൾക്ക് വന്നിട്ടുള്ള മാറ്റം എന്താണ് എന്ന് ഗവൺമെൻറ്റിന് ഒരു കൗതുകം തോന്നി. ഗവൺമെൻറ് CDC ഐക്കോൺസ് 2 വിഭാഗങ്ങളെ ഏൽപ്പിച്ച് ഈ കുട്ടികൾക്ക് വരുന്ന മാറ്റത്തെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ഒരു പഠനം നടത്തി. അപ്പോൾ ഇവരുടെ IQ ലെവലിൽ വന്നിട്ടുള്ള ഒരു പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് വന്നിട്ടുള്ളൊരു മാറ്റം, അതായത് സോഷ്യൽ ഇൻട്രാക്ഷൻ, അതായത് ജനങ്ങൾക്കിടയിലേക്ക് വന്നിട്ട് ജനങ്ങളുടെ കയ്യടി നേടി ജനങ്ങളോടൊപ്പം, അല്ലെങ്കിൽ സാധാരണക്കാരോടൊപ്പം നിൽക്കുന്ന സമയത്ത് ഇവരിലേക്ക് വന്നൊരു പോസിറ്റീവ് തോട്ട്സിൻ്റെ ഒരു തെളിവ് കൊണ്ടുവന്നു. അതിനകത്ത് CDCയുടെ ഡോക്ടേഴ്സ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ഇതൊരു നല്ല മാതൃകയാണ്. അപ്പോൾ നമുക്ക് തോന്നി ഇതുപോലൊരു സെൻറ്റർ തുടങ്ങണം. അങ്ങനെയാണ് ഡിഫറൻറ്റ് ആർട്ട് സെൻറ്റർ തുടങ്ങുന്നത്. ഇപ്പോൾ നമ്മളിരിക്കുന്ന ഡിഫറൻറ്റ് ആർട്ട് സെൻറ്ററിൻ്റെ ഒരു ഭാഗത്താണ്. ഇത് യൂണിവേഴ്സൽ എംപവർമെൻറ്റ് സെൻറ്റർ എന്ന് പറയുന്ന ഏരിയയാണ്. ഇവിടെ കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, അത്തരത്തിലുള്ള കാര്യങ്ങൾ കൊടുത്തുകൊണ്ട്, പാരൻസിന് എംപ്ലോയ്മെൻറ്റ് കൊടുത്തുകൊണ്ട് ആ രീതിയിലേക്ക് കുട്ടികളെ ഡെവലപ്പ് ചെയ്യുന്ന, എംപ്ലോയ്മെൻറ്റിലേക്ക് അല്ലെങ്കിൽ എംപവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ 200 കുട്ടികളുണ്ട്, അവരുടെ പാരൻസ് ഉണ്ട്. ഈ കുട്ടികളെ നോക്കാൻ വേണ്ടി ഒരു 150-150ഓളം സ്റ്റാഫുകളുണ്ട്. തെറാപ്പി നല്ല സംവിധാനം. ഇതിൻ്റെ തൊട്ട് ബാക്കിൽ നടക്കുന്ന തെറാപ്പിയാണ്. അപ്പോൾ കേരളത്തിൽ കിട്ടാവുന്ന ഹൈടെക് തെറാപ്പിയാണ്. ആൻഡ് ഇറ്റ്സ് എവറിത്തിങ് ഫ്രീ. ഒരു പൈസ പോലും ആരും മേടിക്കുന്നില്ല. കുട്ടികൾക്ക് നമ്മൾ എല്ലാ മാസവും ഒരു സ്റ്റൈപ്പൻഡ് അങ്ങോട്ട് കൊടുക്കുന്നു. കുട്ടികളുടെയും പാരൻസിൻ്റെയും ഫുഡ് കൊടുക്കുന്നു, യൂണിഫോം കൊടുക്കുന്നു, ട്രാവൽ കൊടുക്കുന്നു, ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഡിഫറൻറ്റ് ആർട്ട് സെൻറ്റർ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവിടെ ഒരു ദിവസം ഒരു വ്യക്തി വരുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ MK ലൂക്ക എന്നായിരുന്നു. അദ്ദേഹം ഒരു ഹിന്ദി പ്രൊഫസറായിരുന്നു, പല കോളേജുകളിൽ പഠിപ്പിക്കുന്ന ഒരു ഡോക്ടറായിരുന്നു.
ഡോക്ടറേറ്റ് കിട്ടിയതാണോ? അമേരിക്കയിൽ നിന്ന് റിട്ടയർ ആയി പോന്നു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ജീവിതത്തിൻ്റെ വേറൊരു തലത്തിലേക്ക് അദ്ദേഹം മാറി. അതായത് ഇതൊന്നും അല്ല ജീവിതത്തിലെ ആർഭാടങ്ങളോ ഇതൊന്നും അല്ല, അങ്ങനെ ഒരുപാട് ആളുകളെ സഹായിക്കാൻ തുടങ്ങി. ആ ഒരു ഘട്ടത്തിൽ ഇവിടെ വരുന്നത്. അപ്പം ഇവിടെ ഇത് വന്ന് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, സാറിൻ്റെ മനസ്സ് മാറിയത് കാസർഗോഡ് വെച്ചിട്ടാണല്ലോ, അങ്ങനെയാണെങ്കിൽ കാസർഗോഡ് ഞാൻ സ്ഥലം മേടിച്ചു തരാം, ഈ കുട്ടികൾക്കും മെൻഡോസൾഫാൻ ദുരിതബാധിതരടക്കം എന്തും ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ സ്ഥലം പോയി നോക്കി. അങ്ങനെ 20 acres ഓഫ് ലാൻഡ് നമ്മുടെ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പേരിൽ അദ്ദേഹം മേടിച്ചു തരികയാണ്. പക്ഷെ നിർഭാഗ്യവശാൽ ഞങ്ങളൊരു 8 മാസമേ കണ്ടിട്ടുള്ളൂ. അദ്ദേഹത്തിന് ബ്രെയിൻ ട്യൂമർ വന്നു, അദ്ദേഹം മരിച്ചുപോയി ഈ ലുക്കസാർ. അപ്പോൾ എൻ്റെ കൈ പിടിച്ച് എന്നോട് പറഞ്ഞു, ഇത് ഒരിക്കലും ഉപേക്ഷിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കുകയാണ്. അതാണ് IIPD എന്ന് പറയുന്നത്. ഞാനതിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള റൂട്ട് പറഞ്ഞതല്ലേ. IIPD എന്ന് പറയുമ്പോൾ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ് എന്നാണ്. നമ്മളൊരു പക്ഷേ ഇന്ത്യക്ക് മാതൃകയാവുന്ന രീതിയിലുള്ള ഒരു സ്ഥാപനം. അതായത് വിദേശ രാജ്യങ്ങളിലൊക്കെ ഈ ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് കൊടുക്കുന്ന ഹൈടെക് തെറാപ്പികൾ, ആ സംവിധാനങ്ങൾ നമ്മൾ ഭാരതത്തിലേക്ക് കൊണ്ടുവരിക, ഇവർക്കുള്ള എംപ്ലോയ്മെന്റ് എംപവർമെന്റ് എങ്ങനെ ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു പുതിയ പരീക്ഷണമാണ് IIPD എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ വർക്ക് നടക്കുകയാണ്. ഞങ്ങളൊരു ജൂണോട് കൂടിയിട്ട് നമുക്കതിൻ്റെ ഇത് ആളുകൾക്ക് തുറന്നു കൊടുക്കാൻ സാധിക്കും, കുട്ടികൾ എടുത്തു തുടങ്ങാൻ സാധിക്കും എന്നാണ് വിചാരിക്കുന്നത്. വളരെ ദ്രുതഗതിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്, പക്ഷേ നമ്മളതിനകത്ത് വേണ്ടിയിട്ട് ഇപ്പോൾ 2 തരത്തിലാണ് ഫണ്ട് സ്വീകരിക്കുന്നത്. ഒന്ന് CSR ഫണ്ട് നോക്കുന്നുണ്ട്, കാരണം നമ്മുടെ ചാരിറ്റബിൾ സൊസൈറ്റിക്ക് ATG, 12 FCR ഒക്കെ ഉണ്ട്, വളരെ പക്കയായിട്ട് പോകുന്നതാണ് ഇതിൻ്റെ അക്കൗണ്ട് സിസ്റ്റം. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഉണ്ട്. അതുകൊണ്ട് CSR സ്വീകരിക്കാനുള്ള സംവിധാനമുണ്ട്. അതല്ലെങ്കിൽ ഞങ്ങളിപ്പോൾ ചെയ്യുന്നത്, ഞാൻ പണ്ട് മാജിക് ഷോ നിർത്തി വെച്ചതല്ലോ, ആ ഷോയെ ഒന്നുകൂടി, ആ ഷോയല്ല നേരെ മറിച്ച് ഇതിന് വേണ്ടിയിട്ട് മാത്രം ഒരു ഷോ ഡിസൈൻ ചെയ്ത് ഇപ്പോൾ ഒരു 9 രാജ്യങ്ങളിൽ ഷോ നടത്തി. പക്ഷെ നല്ല മനുഷ്യരുണ്ട്, അതുകൊണ്ട് തന്നെ അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് വെച്ചുകൊണ്ട് ഇപ്പോൾ അതിൻ്റെ ഓരോ കല്ലും ഇങ്ങനെ പടുത്തുയർത്തിക്കൊണ്ടിരിക്കുന്നു. സാർ, അത് ഞാൻ കണ്ടായിരുന്നു, നിങ്ങൾ ഈ ഓരോ കല്ലും വെച്ച് സിമെൻ്റ് എടുത്ത് ചെയ്യുന്ന ഒരു പ്രോസസ്സ് കണ്ടത്. തീർച്ചയായിട്ടും നമുക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷം തോന്നാറ്. നമ്മുടെ ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങര സാർ അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞു, അദ്ദേഹത്തിന് അങ്ങൊരു അത്ഭുതമാണ്. പക്ഷേ ഞങ്ങളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് നിങ്ങൾ രണ്ടുപേരും അത്ഭുതങ്ങളാണ്. അതിൽ നമുക്ക് തോന്നുന്നത്, നിങ്ങൾ ഒരാൾ ലോകസഞ്ചാരിയായിട്ട് വന്നു, മറ്റേ ആൾ മാജിക്കുമായിട്ട് വന്നു. പക്ഷേ ഇപ്പം നിങ്ങൾ രണ്ടുപേരും അങ്ങനെയല്ല. അതിനേക്കാൾ അപ്പുറം ലോകത്തിന് തന്നെ നന്മ ചെയ്യുന്ന, സമൂഹത്തിന് നന്മ ചെയ്യുന്ന, കുടുംബങ്ങൾക്ക്, തലമുറകൾക്ക്, അടുത്ത ഒരു ജനറേഷൻ്റെ വലിയ അവരുടെ നന്മയെ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന രണ്ടുപേരാണ്. സാർ, എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? നമ്മൾ എല്ലാവരും ഈ ഭൂമിയിൽ ജനിക്കുന്നു, തിരിച്ചു പോകുന്നു, അല്ലേ? നമ്മൾ ആരെങ്കിലും ഈ ഭൂമിയിൽ ജനിക്കണമെന്ന് എവിടെയെങ്കിലും ഒരു റിക്വസ്റ്റ് കൊടുത്തിട്ടില്ല, ഒരു ആപ്ലിക്കേഷൻ കൊടുത്തിട്ടില്ല. എന്ത് കാര്യങ്ങൾക്കും ഇക്കാലത്ത് റെക്കമെൻഡേഷൻ വേണം. അത് നമുക്ക് വേണ്ടി ആരും റെക്കമെൻഡ് ചെയ്തിട്ടില്ല. നമ്മൾ എവിടെയെങ്കിലും ഒരു പോയിട്ട് ക്യൂ നിന്നുകൊണ്ട് എനിക്ക് ഈ ഭൂമിയിൽ ജനിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. നമ്മൾ ഫ്രീ ആയി, സൗജന്യമായി, സുന്ദരമായി ഭൂമിയിൽ പിറന്നു വീഴാണ്. തീർച്ചയായിട്ടും മരണം എന്ന് പറയുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യം എന്ന് പറയുന്നത്. നമ്മൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മരിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഈ ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈമാണ് നമ്മൾ ജീവിതം എന്ന് വിളിക്കുന്ന സമയം. നമ്മൾ ഓരോരുത്തരും ചോദിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ജീവിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടി അല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും PP രാമേന്ദ്രൻ്റെ കവിതയിൽ പറയുന്നുണ്ട്, ഇവിടെ ഞാനുണ്ടെന്നറിയിക്കുവാൻ മധുരമായൊരു കൂവൽ മാത്രം മതി, ഇനിയുമുണ്ടെന്നതിന് സാക്ഷ്യമായി വെറുമൊരു തൂവൽ താഴെയിട്ടാൽ മതി, ഇനിയും ഉണ്ടാകുമെന്നതിന് സാക്ഷ്യമായി അടയിരുന്നതിന് ചൂട് മാത്രം മതി, ഇതിലും ലളിതമായ എങ്ങനെ കിളികൾ ആവിഷ്കരിക്കുന്നു ജീവനെ എന്നാണ്. ഒരു കിളി പോലും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നു എന്നറിയാൻ വേണ്ടിയിട്ടാണ് കൂവുന്നത്. മനോഹരമായിട്ട് ഒരു കുയിൽ പാടുന്നത് എന്തിനാണ്? ആ കുയിൽ അവിടെ ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്താനാണ്. ഇതുപോലെ നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ കുറേ ഭക്ഷിച്ചു, കുറേ കിടന്നുറങ്ങി. ഇതല്ല. നമ്മൾക്ക് ഒരുപാട് ജോലി ചെയ്തു, അതിലൂടെ നമ്മൾ ഒരുപാട് സമ്പാദിച്ചു. അതല്ല. നമ്മൾ ഈ പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്താണ് ചെയ്തു വെക്കുന്നത്? ഇനിയുള്ളൊരു തലമുറയ്ക്ക് എന്താണ് ചെയ്തു വെക്കുന്നത്? ഒന്നുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ, ഇപ്പോൾ ഡിഫറൻറ്റ് ആർട്സ് സെൻറ്റർ എന്ന് പറയുന്നൊരു ചാരിറ്റബിൾ സൊസൈറ്റിയാണ്. ഞാനിതിൻ്റെ ഫൗണ്ടറാണ്, ഇതിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. ഇതിൻ്റെ ചെയർമാൻ ജിജി തോംസൺ IAS, പഴയ ചീഫ് സെക്രട്ടറിയാണ്. ഞങ്ങളുടെ പേട്രൺ അടൂർ ഗോപാലകൃഷ്ണൻ സാറാണ്. ഞങ്ങളുടെ ഒരു 9 അംഗ ഡയറക്ടർ ബോർഡിൻ്റെ കീഴിലാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങളൊക്കെ മരിച്ചു, ആർക്കും നിലനിൽക്കാൻ പറ്റില്ല. ഇതിവിടെ ഉണ്ടാവും, ഈ സൊസൈറ്റി ഇവിടെ ഉണ്ടാവും. ഈ സൊസൈറ്റി ഇനി ഒരു തലമുറ, അടുത്ത് വരാൻ പോകുന്ന തലമുറ എന്നെ ഏറ്റെടുക്കാൻ പോകുന്നു. IIPD നമ്മൾ ഉണ്ടാക്കുന്നു. 121 കോടി രൂപയാണ് അതിൻ്റെ പ്രോജക്റ്റ് കോസ്റ്റ് വരുന്നത്. ഇതുണ്ടാക്കുന്നു. ഇപ്പം ഞങ്ങൾ ഈ ഷോ ചെയ്യുന്നു. ഈ ഷോ ചെയ്യാൻ പോകുന്ന സമയത്ത് ഞാൻ 1 രൂപ പോലും ഞാൻ പ്രതിഫലം മേടിക്കുന്നില്ല. എന്താണോ ഇതിനകത്ത് നിന്ന് കിട്ടുന്നത് മുഴുവൻ ഈ സൊസൈറ്റിക്കാണ് കൊടുക്കുന്നത്. ഒരു ചാരിറ്റബിൾ സൊസൈറ്റി എന്ന് പറയുമ്പോൾ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങോട്ട് 1 രൂപ എടുക്കാൻ പറ്റില്ല. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഈ ചാരിറ്റബിൾ സൊസൈറ്റി IIPD ഉണ്ടാക്കി വെച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? ഇനിയുമുള്ളൊരു തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇത് ചിലപ്പോൾ 100 വർഷമോ 200 വർഷമോ അവിടെ നിലനിൽക്കും. തീർച്ചയായിട്ടും. ആ സമയത്ത്
ഇനിയും ജനിക്കാനിരിക്കുന്ന എത്രയോ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പാരൻസിന് വേണ്ടി നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന ഒരു സംഭവമാണ്. സന്തോഷ് ജോർജ് കുളങ്ങര ചെയ്യുന്ന അത് തന്നെയാണ്. അദ്ദേഹം നിരന്തരം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. ലോകത്ത് മറ്റുള്ള രാജ്യങ്ങളിൽ നമ്മൾ അറിയാത്തതും കാണാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾക്ക് അദ്ദേഹത്തിന് കൂടെ യാത്ര ചെയ്യാൻ പറ്റില്ല. പക്ഷെ അദ്ദേഹം കണ്ട കാര്യങ്ങൾ നമ്മളോട് പറയുന്നു. മറ്റുള്ള രാജ്യങ്ങളിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന വളരെ ശക്തമായിട്ടുള്ള പുരോഗമന കാര്യങ്ങളെ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നു. ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ കണ്ണ് തുറപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ചെയ്യേണ്ടത്. ഞാൻ പറയുന്നത് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഒരടയാളപ്പെടുത്തി പോവൽ എന്ന് പറയുന്നത് നമ്മളെല്ലാവരെയും സംബന്ധിച്ച് നിർബന്ധമാണ്. അത് ആണ് മാത്രം ബാക്കി നിൽക്കുക. നമ്മൾ ബാക്കി നിൽക്കില്ല, അത് മാത്രമാണ് ബാക്കി നിൽക്കുക എന്നുള്ള ബോധത്തോടു കൂടി ആരൊക്കെ ഭൂമിയിൽ ജീവിക്കുന്നുണ്ടോ അവരൊക്കെ നല്ലവരാണെന്നാണ് ഞാൻ പറയുന്നത്. അതുപോലെ സിഡ്നിയിൽ ഒരു മാജിക് കണ്ട്, മകന്റെ മാജിക് കണ്ട് കണ്ണു നിറഞ്ഞ ഒരു പിതാവിന്റെ സന്തോഷക്കണ്ണീർ ലോകം സോഷ്യൽ മീഡിയയിലൂടെ കണ്ടതാണ്. അങ്ങയുടെ പിതാവ് അങ്ങയോട് പറഞ്ഞിട്ടുണ്ട്, വിജയത്തിൽ നിന്ന് നമ്മളൊന്നും പഠിക്കുന്നില്ല, പരാജയത്തിൽ നിന്നുമാണ് നമ്മളെല്ലാം പഠിക്കുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷനെ നോക്കുകയാണെങ്കിൽ, ഇപ്പോഴത്തെ യുവജനങ്ങളെ നോക്കുകയാണെങ്കിൽ അവർ പരാജയങ്ങളെ ഭയപ്പെടുന്നവരാണ്, അതിനെ ഫേസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അന്ന് അങ്ങയുടെ പിതാവ് അങ്ങേക്ക് തന്ന ഒരു വലിയ ഉപദേശമുണ്ടല്ലോ, അത് ഇന്നത്തെ തലമുറയ്ക്ക് ഇവിടെ അങ്ങേക്ക് പറയാനുള്ളത് എന്താണ്? ഞാൻ പലവട്ടം പറഞ്ഞ ഒരു കാര്യമാണത്. അച്ഛൻ എനിക്ക് തന്ന ഏറ്റവും വലിയ ഉപദേശമാണ് വിജയത്തിൽ നിന്ന് നല്ല കുട്ടിയെ പാഠങ്ങൾ പഠിക്കാൻ പറ്റുക, പരാജയത്തിൽ നിന്ന് പാഠങ്ങൾ പഠിക്കാൻ പറ്റുക എന്നുള്ളത്. ഇത് എനിക്ക് പ്ലേറ്റോ അല്ലെങ്കിൽ അരിസ്റ്റോട്ടിലോ സോക്രട്ടീസോ ഒന്നും അല്ല എൻ്റെ ഏറ്റവും വലിയ ഗുരു എന്ന് പറയുന്നത്. എൻ്റെ ഗുരു എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛനാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിന് അച്ഛൻ പറഞ്ഞു തന്ന പാഠം ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി. ജീവിതത്തിൽ എത്രയോ വെല്ലുവിളികൾ ഞാൻ നേരിട്ടിട്ടുണ്ട്, എത്രയോ പ്രദർശനങ്ങൾ നേരിട്ടിട്ടുണ്ട്, ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടിട്ടുണ്ട്. ഓരോ പരാജയങ്ങളും നമ്മൾ നേരിടുന്ന സമയത്ത് നമ്മൾ അവിടെ വീണ് കിടക്കുകയല്ല വേണ്ടത്, നമ്മൾ അതിനേക്കാൾ കൂടുതൽ പവർഫുള്ളായിട്ട് ഉയരുക വേണ്ടത്. എന്തിനാണ് പ്രതിസന്ധികൾ നമുക്ക് ജീവിതത്തിൽ തരുന്നത്? നമുക്ക് പ്രതിസന്ധികൾ തരുന്നത് എന്തിനാണ്? നമ്മൾ കൂടുതൽ കരുത്തോട് കൂടിയിട്ട് നമ്മൾ ആർജിച്ചെടുക്കുമോ, ഉയർന്നു വരുമോ എന്നുള്ളൊരു പരീക്ഷണമാണ്. ജീവിതം മൊത്തം പരീക്ഷണങ്ങളാണ്. ആ പരീക്ഷണങ്ങളിൽ അതിന് നേരിട്ട് മുന്നേറുന്നവർ മുന്നേറും, തോറ്റോടുന്നവർ തോറ്റോടും. ഇതാണ്. പക്ഷേ ഒരു പരിധിവരെ നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ ഒരു തലമുറ, ഒരു യങ്സ്റ്റേഴ്സ്, നമ്മൾ പാരൻസ് നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ അവർക്ക് കയ്യിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്താണോ അവർ ആവശ്യപ്പെടുന്നത് അത് ഇളം പ്രായം മുതൽ അവരുടെ കയ്യിലേക്ക് വെച്ച് കൊടുത്ത് പ്രശ്നങ്ങളെ അതിജീവിക്കാൻ, ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ അതിജീവിക്കാനുള്ള കരുത്ത് നമ്മൾ തന്നെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മൃഗങ്ങളെയും പക്ഷികളെയും കണ്ടുപിടിച്ചാൽ മതി. ഈ കൂടിൻ്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് കൊമ്പിൽ കെട്ടിയുണ്ടാക്കിയുള്ള കുഞ്ഞ് ഒരു കൂടുണ്ടല്ലോ, ഒരു നെസ്റ്റ്, അതിൻ്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് തള്ളപ്പക്ഷി കുഞ്ഞു പക്ഷിയെ അങ്ങോട്ട് തള്ളിയിടുന്നുണ്ടല്ലോ. അതെ, ആ തള്ളിയിടുന്ന സമയത്ത് അതിൻ്റെ ചിറകുകൾ പറന്നേ പറ്റുള്ളൂ, കുതിച്ചുയർന്നേ പറ്റുള്ളൂ. ഈ ഒരു പാഠം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പാരൻസ് നമ്മൾ പലപ്പോഴും കൊടുക്കുന്നില്ല. നമ്മൾ വിചാരിക്കുന്നത് കുട്ടികൾ അതിൻ്റെ പേരിൽ പിണങ്ങും, അതുകൊണ്ട് ഞാൻ എന്താണോ ചോദിക്കുന്നത്, ഞാൻ അവനെ ഒരു ബുദ്ധിമുട്ടും അനുഭവിപ്പിച്ചിട്ടില്ല, അവൻ എന്താണോ ചോദിച്ചത് ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ അത് നമ്മൾ ചെയ്ത തെറ്റാണ്. അപ്പോൾ അവർക്ക് അത്തരം കാര്യങ്ങളല്ല ചെയ്യേണ്ടത്. ജീവിതത്തിൽ പ്രതിസന്ധികൾ എന്താണെന്ന് അറിയണം. പാരൻസ് ദൂരെ നിന്ന് നോക്കണം, നോക്കിയിട്ട് ആ പ്രതിസന്ധികൾ എങ്ങനെ മകൻ അതിജീവിക്കുന്നു, മകൾ അതിജീവിക്കുന്നു എന്ന് പറയുന്നത് നോക്കി നിന്ന് കഴിഞ്ഞതിന് ശേഷം അതിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കണം എന്നുള്ളതാണ്. ഒരു പ്രശ്നം വരുന്ന സമയത്ത്, നമ്മൾ തോൽക്കുന്നൊരു ഘട്ടം വരുന്ന സമയത്ത് നമ്മൾ പാരൻറ്റിനോട് ചോദിക്കുകയാണ്, അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും സഹായിക്കണം. ഈ ഒരു കഥ കേട്ടിട്ടില്ലേ? ഇങ്ങനെ ഒരു അച്ഛൻ പത്രം വായിച്ചിരിക്കുന്ന സമയത്ത് മുമ്പിലെ ഗാർഡനിൽ വെച്ചിട്ട് ഒരു കുട്ടി ഒരു വലിയ കല്ലിന് ഉയർത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ ഇവന് പൊങ്ങുന്നില്ല. അവൻ പരമാവധി ശ്രമിച്ചു കഴിഞ്ഞ ശേഷം അവൻ പറ്റാതെ അവൻ തോറ്റുപോവുക. അപ്പം അച്ഛൻ വിളിച്ചതിന് ശേഷം ചോദിച്ചു, നീ നിൻ്റെ മുഴുവൻ ശേഷിയും ഉപയോഗിക്കാതെ എന്തെന്ന് ചോദിച്ചു. അവൻ ചോദിച്ചു, അച്ഛൻ കണ്ടില്ലേ ഞാൻ ആ കല്ലിനെ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ മുഴുവൻ പൊക്കി നോക്കിയല്ലോ എന്നോ. അപ്പം അച്ഛൻ പറഞ്ഞു, ഒരു ശേഷി കൂടി ബാക്കിയുണ്ട്, പൊങ്ങാത്ത സമയത്ത് നിനക്ക് നിൻ്റെ അച്ഛനെയും കൂടി വിളിക്കാമായിരുന്നു, അപ്പം ഞാനും കൂടി കൂടുകയാണെങ്കിൽ. ഇതാണ് ദൂരെ നിന്നുകൊണ്ട് നോക്കണം കുട്ടികൾ എന്താണ് ചെയ്യുന്നത്, ഒരു പ്രതിസന്ധി അതിജീവിക്കാൻ വേണ്ടിയിട്ട് എന്താണ് അവർ ചെയ്യുന്നത്. അതിനൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും മുതിർന്നവർ എന്നുള്ള രീതിയിൽ നമ്മൾ അതിൻ്റെ വഴി കാണിച്ചു കൊടുക്കണം. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതില്ലാത്തതിൻ്റെ പേരിലാണ് പലപ്പോഴും കുട്ടികൾ എന്ത് ചെയ്യുന്നത്, അവർക്ക് ആശ്രയിക്കാൻ ഒരാളില്ല. അവർക്ക് പലപ്പോഴും ഒരു നിസ്സംഗ ഭാവത്തിൽ അവർ നിൽക്കുന്ന സമയത്ത് തോറ്റുപോകുമെന്ന് തോന്നുമ്പോൾ അവർ പോയിട്ട് ഈ തോൽവി സമൂഹത്തെ അറിയിക്കാതിരിക്കാൻ വേണ്ടി ഓടിപ്പോയിട്ട് ആത്മഹത്യ ചെയ്യുന്ന പ്രവണതയാണുള്ളത്. അതുകൊണ്ട് എപ്പോഴും പ്രതിസന്ധികൾ ജീവിതത്തിൽ കുട്ടികൾക്ക് കൊടുക്കുകയും അതോടൊപ്പം നിന്ന് അവരെ സഹായിക്കുകയും അവരെ വാർത്തെടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ കുട്ടികൾ തോൽക്കില്ല. ഇതാണ് ഞാൻ പറയുന്ന പാഠം എന്ന് പറയുന്നത്. സാർ, ഈ ഞങ്ങൾ ഇപ്പം ഇതിനകത്ത് കയറി വരുമ്പോൾ എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഗേറ്റ് മുതൽ ഇവിടെ വരെയുള്ള ഇന്ന് വരെയുള്ള അനുഭവങ്ങളിൽ ഒരു പ്രത്യേക ഫീലാണ്. നമ്മളൊരു ഇതുപോലുള്ള സ്ഥാപനങ്ങളിൽ നമുക്ക് ചെല്ലുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ചിലപ്പോൾ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല, പക്ഷെ ഇവിടെ കിട്ടുന്ന ഒരു ഫീൽ വേറെയാണ്. അതായത് ഇവിടെയുള്ള കുട്ടികളോട് പെരുമാറുന്നത് പോലെ, അല്ലെങ്കിൽ അതിനേക്കാൾ ഇതോടെയാണ് ഇവിടെ വരുന്ന ഗസ്റ്റുകളെ സ്വീകരിക്കുന്നത്. അത് തീർച്ചയായിട്ടും സാറിൻ്റെ ഇടപെടലും സാറ് അവരെ പറഞ്ഞു വെച്ചിരിക്കുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ കിട്ടുന്ന ഇതിനൊരു സൗന്ദര്യമുണ്ട്.
ഈ സൗന്ദര്യം മുഴുവൻ ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന സാറിലാണ്, സാറിൻ്റെ മുഖത്ത്, സാറിൻ്റെ നടപ്പിൽ, സാറിൻ്റെ ഭാവത്തിലൊക്കെ. തീർച്ചയായിട്ടും അത് എന്നും നിലനിൽക്കട്ടെ. ദൈവം അതിനുവേണ്ട എല്ലാ അനുഗ്രഹങ്ങളും തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്.